ഒരു എംപിയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളനം ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, കൂടാതെ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം തന്നെ അത് പാർലമെന്റിലേക്ക് ഉന്നയിക്കുക, അതിലൊരു അടിയന്തരമായ ഒരു നീക്കം ഉണ്ടാകുക, അത് കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു എംപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബില്ല് കൊണ്ടുവരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ സ്വാഭാവികമായി ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമായി പാർലമെന്റിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസവും പാർലമെന്റ് നേരെ വണ്ണം പോകരുത്. പാർലമെന്റ് എപ്പോഴും തുടങ്ങുന്ന സമയത്ത് തന്നെ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, അല്ലെങ്കിൽ സ്പീക്കർ പാർലമെന്റ് പിരിച്ചുവിടുന്ന രീതിയിലേക്ക് പോകണം. അതായത് ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി നാളെ നമുക്ക് കൂടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിലേക്ക് പോകണം എന്നുള്ള ഒറ്റ ചിന്താഗതിയിലേക്ക് പാർലമെന്റിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മറ്റ് എംപിമാരും. കോൺഗ്രസിലെ എംപിമാർക്കൊന്നും അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ ഇല്ല. അത് പ്രതിപക്ഷ നേതാവിനും അങ്ങനെയുള്ള ഒരു കഴിവോ പ്രാപ്തിയോ ഇല്ല. അവർക്കൊക്കെ പുറത്തു നിന്നും ഒരു ടീമുകൾ അവർക്ക് പറയുന്നുണ്ട്, നിങ്ങൾ പാർലമെന്റിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾ നാളെ വന്നിട്ട് ഏത് രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെയാണ് എന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഓരോ ദിവസത്തെയും പാർലമെന്റിലെ ചില നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ആരൊക്കെയോ പിന്നിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ചില സമയത്തൊക്കെ തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ്, വെറുതെ പാർലമെന്റിൽ നടക്കുന്നു, എന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരെ നോക്കി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, പോക്കറ്റിൽ രണ്ടും കൈയിട്ട് വെറുതെ കൂളായിട്ട് നടക്കുന്നു. ആ രീതിയിലൊക്കെയാണ് ഒരു പാർലമെന്റിനെ ഒരു പാർക്ക് പോലെയാണ് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ഒരു കടൽ തീരം പോലെയാണ് രാഹുൽ ഗാന്ധി, ഒരു ഉല്ലാസ കേന്ദ്രം പോലെയാണ് പാർലമെന്റിനെ രാഹുൽ ഗാന്ധി കാണുന്നത്. നിലവിൽ ആദ്യം പാർലമെന്റ് സമ്മേളനം, അതായത് മൺസൂൺ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷം പാർലമെന്റിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റിന്റെ സഭാ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോക്സഭയിൽ നിരവധി പ്രധാന ബില്ലുകളൊന്നും തന്നെ ചർച്ചയാക്കാതെ പാസ്സായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ ബില്ലുകൾ പാസ്സായി എന്ന് പ്രതിപക്ഷ നേതാവിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എംപിമാരോട് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല. ബില്ലുകൾ പാസ്സായിട്ടുണ്ട്, പക്ഷെ ഏത് ബില്ലാണ്, എന്തിന്റെ ബില്ലാണെന്നൊന്നും അവർക്കറിയില്ല. നമുക്ക് ബഹളം വയ്ക്കാൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ള ദൗത്യമുള്ളൂ, അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് കോൺഗ്രസിലെ എംപിമാർ അടക്കം പറയുന്നത്. ഈ സാഹചര്യത്തിൽ പാഴാക്കിയ പാർലമെന്റ് സമയത്തിനെതിരെ രാജ്യസഭാ എംപി സ്വാതി മലിവാൾ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ്. അതായത് നമുക്കറിയാം, സ്വാതി മലിവാളൊക്കെ ഈ കെജ്രിവാളിന്റെ പാർട്ടിയായ ആം ആദ്മിയിൽ ഉണ്ടായിരുന്നതാണ്. കെജ്രിവാളിനെ അടക്കം വിറപ്പിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്താണ് രാഘവ് ചന്ദ ഉൾപ്പെടെ, ഹർഭജൻ സിംഗ് ഉൾപ്പെടെ, സ്വാതി മലിവാൾ ഉൾപ്പെടെ ഒരു ടീം തന്നെ, അതായത് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു 7ഓളം എംപിമാർ നേരെ BJP-യിലേക്ക് ചുവടുമാറുന്ന ഒരു കാഴ്ച, ഒരു രാഷ്ട്രീയ നീക്കം നമ്മൾ കണ്ടത്. ഈ മൺസൂൺ സമ്മേളനത്തിൽ വിലയേറിയ പാർലമെന്റ് സമയവും കോടിക്കണക്കിന് നികുതിദായകരുടെ പണവും തുടർച്ചയായി പാഴാക്കിയെന്ന് സ്വാതി മലിവാൾ രാഹുലിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അക്ഷരാർത്ഥത്തിൽ രാഹുലിനെ പാർലമെന്റിൽ വെച്ച് സ്വാതി മലിവാൾ നിർത്തിപ്പൊരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് ഓരോ ദിവസവും BJP-യിലടക്കം ഓരോ എംപിമാർ രാഹുലിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി തന്നെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു.